ഷജി ഇത് കണ്ട എന്ത്? ഈ ലോകത്ത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് സന്തോഷമായിട്ടിരിക്കണെന്ന്. ആണോ? അതെങ്ങനെ? അത് ഈ പെണ്ണുങ്ങള് സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സത്യമല്ലാത്ത കാര്യങ്ങള് ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അല്ല, അതെനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞുതരാം, ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, എന്ത് ഭംഗിയ നിന്നെ കാണാൻ. കണ്ട, ഇതന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്നും ഞാൻ നിന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കട്ടെ? നിനക്ക് ഞാനാണോ വലുത് അതോ കാശാണോ വലുത്? അത് എന്തത്ര സംശയം? നിങ്ങൾ തന്നെ ഉറപ്പല്ലേ? ഇപ്പോ നിന്റെ കയ്യിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട് നീ വിചാരിക്കും. എനിക്ക് പെട്ടെന്ന് 10 ലക്ഷം ഉറുപ്പ്യൻ്റെ ഒരു അത്യാവശ്യവും വന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് ആ കാശ് തരുമോ? പിന്നെന്താ തരാണ്ട്? തീർച്ചയായിട്ടും ഞാൻ തരും. അതൊരു 10 കോടിയാണെങ്കിലോ? അപ്പോഴും ഞാൻ തരും. എനിക്ക് കാശിനേക്കാളും വലുത് നിങ്ങളാണ്. ഇപ്പൊ എനിക്കൊരു 5500 ഉറുപ്പ്യൻ്റെ ഒരു അത്യാവശ്യം ഉണ്ട്. നിന്റെ കയ്യിലുള്ള 5500 ഞാൻ എടുത്താൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെടുത്താൽ നിങ്ങൾ വിവരം അറിയും. അത് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ച പൈസയാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് എടുത്ത് ചെലവാക്കാനുള്ളതല്ല. എനിക്ക് കാശിനേക്കാളും വലുത് നിങ്ങളാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? പെട്ടെന്ന് ഉത്തരം മതി, 200 വരാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. നമ്മുടെ പക്ഷി വേഴാമ്പൽ. എന്റെ പോക്കറ്റിൽ 2000 രൂപ എവിടെ? അലമാരിൽ സാരിയുടെ അടിയിൽ. ഇന്ത്യക്ക് ബഹളം ഉണ്ടാക്കാനേ അറിയാവുന്ന ചൈന. അങ്ങനെയാണ് ചൈനയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു പ്രസ്താവന ഇന്ത്യ ഇറക്കേണ്ടതല്ലേ? ഞാനൊക്കെ ഒരു ഉന്നത സ്ഥാനങ്ങളിൽ എത്തട്ടെ മോനെ. ചൈനയെ നീയൊക്കെ നോക്കിയിരുന്നു, താമസിയാതെ നടക്കും. ഇന്ന് വിവാഹിതരാകുന്നു അനീഷ്, സ്മിത. ആഹാ, അനീഷിൻ്റെ ചിരി കണ്ടോ? എന്നാ നല്ല ഫസ്റ്റ് ചിരി. മുഹൂർത്തം 11:30. ഓ, അപ്പോൾ ആ ചിരി ആ 11:30 വരെ ഉള്ളൂ. പാവം. ഇതെവിടെ വെച്ചേ കല്യാണം? കരുനാഗപ്പള്ളി. അവിടം വരെയൊക്കെ പോവാന്ന് വെച്ചാൽ റിസ്ക്. അത് വേറെ നോക്കാം. ആ, ഇന്ന് വിവാഹിതരാകും അരൂര്. അത് പോകാം. അത് ഏതെങ്കിലും ബൈക്കെ കൈകാണിച്ച് അവിടെ പോയി ഇറങ്ങാം. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് 20 രൂപ വാങ്ങിച്ച് ഓട്ടോയിൽ ആ ഓഡിറ്റോറിയത്തിലെത്താം. ഇതിന് പോകാം. നിനക്ക് ടെൻഷൻ വരുമ്പോ നീ എന്താ ചെയ്യണേ? ഞാൻ അമ്പലത്തിൽ പോകും. എന്നിട്ട് ടെൻഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? ഇല്ല. പിന്നെ ഞാൻ ആളുകളുടെ ചെരുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും. എന്നിട്ട് ഞാൻ അവരെ തന്നെ നോക്കി നിൽക്കും. അവരുടെ ടെൻഷൻ കാണുമ്പോൾ എന്റെ ടെൻഷൻ ദൂരെ പോകും.